ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് 2 മാംഗോ ഡിലൈറ്റ് കാണാം. ഒന്ന് പുത്തൻകുരിശിലേക്ക് അമൃതയുടെ ഫാദറിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തതും, രണ്ടാമത്തേത് നിതിൻ്റെ ആദിമോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതുമാണ്. പണി അവിടെ നടക്കട്ടെ. നമുക്കൊന്ന് സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകാം. കുറേ നാളായില്ലേ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ പോയിട്ട്. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വലിയ ക്ലാസ്സിലെ ചേച്ചിമാരെ കാണുമ്പോൾ എന്നാണ് അവരെ പോലെ ആ ക്ലാസ്സിലൊക്കെ എത്താൻ പറ്റുകയെന്ന് ഭയങ്കര കൊതിയോടെ ആഗ്രഹിച്ചിട്ടുണ്ട്. 8th എത്തിയപ്പോഴത്തേക്കും 9th 10th ക്ലാസ് റൂംസിനോട് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ 9th 10th ക്ലാസ് റൂംസിൽ ഓരോ കുട്ടിക്കും ഓരോ ഡെസ്കും ചെയറും ആയിരുന്നു. അതായത് സെപ്പറേറ്റ്. മറ്റേത് നീളത്തിലൊരു ബെഞ്ച്, പിന്നെ ഒരു ഡെസ്ക്. ആ ഡെസ്കിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് നമ്മുടെ ബുക്സ് വെക്കാം. പിന്നെ മറ്റേ കുട്ടികളോട് ചേർന്നിരിക്കണം. ചിലപ്പോൾ 3 പേര്, ചിലപ്പോഴൊക്കെ 4 പേര് ഇരിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയാണല്ലോ. ഇതാവുമ്പോൾ 9th 10th നമ്മൾ ഒറ്റയ്ക്ക് ഒരു ചെയറിൽ നമുക്ക് ഡെസ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ്, നമ്മുടെ ബുക്ക് മാത്രം വെക്കാം. നമ്മുടേതായിട്ടുള്ള വളരെ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അവസ്ഥ. പിന്നെ ഈ ഡെസ്കിനും ചെയറിനൊക്കെ പ്രത്യേകതയുണ്ട്. നമ്മുടേത് വളരെ പഴയ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡെസ്കിൽ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഇങ്ക് ബോട്ടിൽ വെക്കാനുണ്ടായിരുന്ന ഒരു സ്പേസ് ഉണ്ട്, പേന വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം കൊണ്ടും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ചെയറാണെങ്കിലും വുഡൻ ചെയറാണ്, പക്ഷെ മടക്കി വെക്കാവുന്ന രീതിയിലുള്ളത്. അങ്ങനെയൊക്കെ. അങ്ങനെ 9th എത്തിയപ്പോഴത്തേക്കും ആ ആഗ്രഹം അങ്ങോട്ട് പൂവണിഞ്ഞു. സ്വന്തമായിട്ടൊരു ഇരിപ്പിടം, സ്വന്തമായിട്ട് സൗകര്യമായിട്ട് വെക്കാവുന്ന ഡെസ്ക് സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴാണ് ഒരു വലിയ കാര്യത്തിൻ്റെ കുറവ് തിരിച്ചറിഞ്ഞത്. അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ബെഞ്ചിൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ധൈര്യമായിരുന്നു. പ്രത്യേകിച്ച് മാത്സ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തൊക്കെ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറുക്കി പിടിച്ചിട്ടേ പരസ്പരം ആ ധൈര്യമൊക്കെ കൊടുത്തുകൊണ്ട്, കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അവരവരുടെ ടേൺ വരുമ്പോഴത്തേക്കും പതുക്കെ എഴുന്നേൽക്കുക. അപ്പോഴും താഴെ ഫ്രണ്ടിൻ്റെ കൈ പിടിച്ചിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ. കാരണം തണുത്ത് വിറച്ച് നിൽക്കുമ്പോൾ ഒരു ധൈര്യത്തിന് അവരൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും തമാശയൊക്കെ അടക്കം പറയുക, എന്തെങ്കിലും പ്രാങ്ക് ഒപ്പിക്കുക, ഇതിനൊക്കെ ആ ബെഞ്ചിലെ ഇരുത്തം വളരെ സുഖകരമായിരുന്നു, വളരെയധികം ആശ്വാസകരവുമായിരുന്നു. ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് വിസ്പർ ചെയ്ത് തരും കേട്ടോ ആൻസർ. അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും കൊടുക്കും, നമുക്ക് ഇങ്ങോട്ടും കിട്ടും. ഇതിനൊക്കെ ആ ചേർന്നുള്ള ഇരുത്തം വളരെ നല്ലതായിരുന്നു. ഒറ്റയ്ക്ക് ഡെസ്ക് കിട്ടിയപ്പോൾ സൗകര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. ഇരിക്കാൻ വേണ്ടി പുഷ് ചെയ്യണ്ട, അടി കൂടണ്ട. പക്ഷെ എന്നാലും ആ ചേർന്നിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം ഒറ്റയ്ക്കുള്ള ഡെസ്കിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ടീച്ചേഴ്സ് ആൻസർ ഷീറ്റ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ദിവസമൊക്കെ ആ പേടിയും വിറയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കൈ പിടിക്കാൻ തൊട്ടടുത്ത് ആരും ഇല്ലല്ലോ. അങ്ങനെ അരക്ഷിതാവസ്ഥയിലാണ് 9th 10th കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ മെമ്മറി ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മൾ ആ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ മെമ്മറി.